ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റ് മാത്രമായി സെലക്ട് ആക്കുക. അതിന് കൺട്രോൾ ഡി. അപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കട്ടാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലെയർ മാസ്കും ഫില്ലും അതുപോലെ ഡിലീറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഒരു ഇമേജ് മാത്രമേ കട്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സി, അതായത് ആ ഒരു സെലക്ട് ആക്കിയ ഒരു ഒബ്ജക്റ്റ് കോപ്പി ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സി അടിക്കുക. അതിനുശേഷം കൺട്രോൾ വി അടിക്കുക. ഇപ്പോൾ ആ ഒരു സെലക്ഷൻ പോയിട്ട് ഓക്കെ, കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചതിന് ശേഷം ഒരു പുതിയ ലെയർ ആയിട്ട് നിങ്ങൾക്ക് ആ സെലക്ട് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് വന്നിട്ടുണ്ടാവും. ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഹൈഡ് ആക്കി നോക്കാം. ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് പുതിയൊരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കൺട്രോൾ സി കൺട്രോൾ വി കോപ്പി ആക്കിയതാണ്. അത് കൺട്രോൾ സി കോപ്പിയും കൺട്രോൾ വി പേസ്റ്റുമാണ് ഷോർട്ട് കീസ്. ഇത് വെച്ച് കോപ്പി ആക്കിയതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് പുതിയൊരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടി ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ ഇത് എഡിറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോപ്പി ആക്കിയിട്ട് എടുത്തതല്ലേ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എഡിറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അത് ലെയർ മാസ്ക് ആക്കി എടുക്കണം എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലെയർ മാസ്ക് അടിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ആക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും എഡ്ജസ് ആഡ് ആക്കണമെന്നോ അല്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കണമെന്നോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ലെയർ മാസ്ക് അടിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താക്കാൻ പറഞ്ഞാൽ പഴയതുപോലെ തന്നെ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലെയർ മാസ്ക് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ലെയേഴ്സിൽ താഴെ ലെയർ മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് അത് ഒരു ലെയർ മാസ്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അത് മാസ്ക് ലെയറും കൂടി നോക്കുക. അതിൽ വൈറ്റ് ആയിട്ടുള്ളത് ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു കട്ടാക്കി എടുത്തതും അതുപോലെ തന്നെ അതിൽ ബ്ലാക്ക് ആയിട്ടുള്ളത് പോയ ഭാഗവുമാണ്. അതായത് ഇപ്പോൾ ഉള്ള ഭാഗം വൈറ്റിലും അതേപോലെ ഒഴിവാക്കി, അതായത് മാസ്ക് കട്ടാക്കി പോയ ഭാഗം ബ്ലാക്കിലുമായിട്ടാണുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ പോയ ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഭാഗമല്ല ആ ഒരു പോയ ഭാഗമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ അടിച്ച് ഇൻവേർട്ട് ആക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു സെലക്ഷൻ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു പോയ ഭാഗം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞ മാസ്ക് അടിച്ച ഭാഗം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ആണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതേപോലെ മാസ്കിൽ നോക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭാഗം വൈറ്റിലും അതേപോലെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഭാഗം ബ്ലാക്കിലും ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും കൂടി കൺട്രോൾ പ്ലസ് ഐ അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാഗം ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എഡ്ജസ് ഒക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ എഡ്ജസ് ഒക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് ശേഷം ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷ് ടൂളിൽ വൈറ്റ് കളർ കൊടുക്കുക. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം വൈറ്റ് കളർ കൊടുത്ത് ബ്രഷ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഡ്ജസ് ഒക്കെ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും എഡ്ജസ് ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ ആഡ് ആക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെയെങ്കിലും കുറച്ച് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആഡ് ആയത് ഇപ്പോൾ ഓൾറെഡി കുറച്ചും കൂടി ആഡ് ആയിട്ടുണ്ട്. അത് സബ്ട്രാക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ബ്രഷ് ടൂൾ എടുത്ത് വൈറ്റിന് പകരം ബ്ലാക്ക് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ബ്രഷിൽ ബ്ലാക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ആക്കി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അത്ര ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ലെയർ മാസ്ക് ചെയ്താലുള്ള
ഗുണമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ആക്കാനോ അല്ലെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കാനോ ഉണ്ടെങ്കിൽ ലെയർ മാസ്ക് ചെയ്താണ് നിങ്ങൾക്ക് എഡിറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. മുമ്പ് പറഞ്ഞ ടൂൾസ് പോലെ തന്നെ, അതായത് മുമ്പ് ടൂൾസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് സെലക്ഷൻ ടൂൾസിൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണ്, സെലക്ട് ആക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസം.